ടു മൈ യൂട്യൂബ് ചാനൽ മെൽവിൻ പെറ്റ്സ് ആൻഡ് ട്രിക്സ്. അപ്പോൾ ഗൈസ്, നമ്മൾ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. ഒരു പുതിയ അതിഥിയുമായിട്ട് നമ്മുടെ ചാനലിൽ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് സംസാരിച്ച് സമയം കളയാതെ നേരെ ആ വീഡിയോയിലോട്ട് പോയാലോ? ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ അതിഥി വേറെ ആരും തന്നെയല്ല. നിങ്ങൾ ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുള്ള ഒരു പക്ഷിയെ കോഴിയായിരിക്കും. ടർക്കി കോഴികളുടെ ഫീച്ചേഴ്സ് ആണ്, അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏകദേശം 36 മുതൽ 40 ഇഞ്ച് വരെ നീളം വരുന്ന ഒരു പ്രത്യേക തരം പക്ഷി. കാണുമ്പോൾ തന്നെ ഒരു വലിയ കോഴികളിൽ തന്നെ ഒരു വലിയ പക്ഷിയാണ് നമ്മുടെ ഈ ടർക്കി കോഴി എന്ന് പറയുന്നത്. മെയിനായിട്ട് മയിലിനെ പോലെ വിടർന്ന നല്ല വലുപ്പത്തിലുള്ള വാലുകൾ തന്നെയാണ് ഇവയുടെ അട്രാക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവയുടെ കീഴ്ത്താടി, അതായത് ദശ നന്നായിട്ട് തൂങ്ങി കിടക്കും. ഒരു കമ്പ് കുത്തിയ രീതിയിലാണ് ഇവയുടെ തല മെയിനായിട്ട് നിൽക്കുക. ഇതിലൂടെയൊക്കെ തന്നെ നമുക്ക് ഇവയെ കൂടുതലായിട്ട് ഐഡന്റിഫിക്കേഷൻ ചെയ്യാൻ സാധിക്കും. കൂടുതലായിട്ട് കേരളത്തിലും അതുപോലെ തന്നെ തെക്ക് പടിഞ്ഞാറൻ മേഖലകൾ, നമ്മുടെ കർണാടക, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇവയെ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഗൈസ്, ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇവയുടെ ഫുഡിന്റെ കാര്യത്തിലോട്ടാണ്. ഫുഡ് നമ്മൾ സാധാ കോഴികൾക്കൊക്കെ കൊടുക്കുന്ന പോലെ ചോറ്, പിന്നെ ഗോതമ്പ്, ധാന്യവർഗ്ഗങ്ങള്, അതുപോലെ തന്നെ പിന്നെ ഇടയ്ക്ക് നമ്മുടെ പച്ചക്കറിയുടെ അവശിഷ്ടങ്ങള്, വേസ്റ്റ്, അതുപോലെ തന്നെ പുല്ല് ചെറുതായിട്ട് കരിഞ്ഞൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇവ നന്നായിട്ട് കഴിക്കും. ഇവയ്ക്കുള്ള ഭക്ഷണവും കാര്യങ്ങളും ഒക്കെ ഇന്ന് പെറ്റ് ഷോപ്പുകളിലും മാർക്കറ്റുകളിലും അവൈലബിൾ ആണ്. ഗൈസ്, അടുത്തതായിട്ട് വരുന്നത് ഇവരുടെ ഡിസീസിന്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ കൂടുതലായിട്ട് തന്നെ വരുന്നത് വേറെ ആരും തന്നെയല്ല, ഫംഗസ് തന്നെയാണ്. ഫംഗസിനെ തുരത്താനുള്ള ഏക മാർഗം എന്ന് പറയുന്നത് കൂടും പരിസരവും എപ്പോഴും നല്ല വൃത്തിയായി സൂക്ഷിക്കുക. അതുപോലെ തന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും മെഡിസിനൽ പ്ലാന്റ്സ്, അതായത് നമ്മുടെ തുളസിയുടെ ഇല, പനിക്കൂർക്ക ഇല, അതുപോലെ തന്നെ ആര്യവേപ്പിന്റെ ഇല ഒക്കെ കൊടുക്കുന്നതിലൂടെ നമുക്ക് ഈ ഫംഗസ് എന്ന അസുഖത്തെ ഒരു പരിധി വരെ ഇല്ലാതാക്കാൻ സാധിക്കും. ഗൈസ്, അടുത്തതായിട്ട് വരുന്നത് ഇവരുടെ ലൈഫ് സ്പാനും പ്രൈസും ആണ്. ഏകദേശം 5 മുതൽ 10 വർഷം വരെയാണ് ഇവരുടെ ലൈഫ് സ്പാൻ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ഇവരുടെ പ്രൈസിലോട്ട് വരികയാണെങ്കിൽ 500 രൂപ മുതൽ 3500 രൂപ വരെ ഇവയ്ക്ക് വില വരുന്നുണ്ട്. ഇപ്പോൾ മാർക്കറ്റ് നിലവിൽ 500 രൂപ മുതൽ 3500 രൂപ വരെ ഇവർക്ക് വില വരുന്നുണ്ട്. ഗൈസ്, അടുത്തതായിട്ട് വരുന്നത് ഇവരുടെ മെയിൽ ആൻഡ് ഫീമെയിൽ ഐഡന്റിഫിക്കേഷൻ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ആണിനെ കാണാൻ നമ്മൾ മയിലുകൾ പോലെ തന്നെ നന്നായിട്ട് വലിയ വിശാലമായ വാലുകളാണ്. പക്ഷെ പെണ്ണിനെ സംബന്ധിച്ച് അത് കുറച്ച് കുറഞ്ഞിരിക്കും. പിന്നെ മെയിനായിട്ട് നന്നായിട്ട് ശബ്ദം ഉണ്ടാക്കും. ആണ് നന്നായിട്ട് ശബ്ദം ഉണ്ടാക്കും. പെണ്ണിന് അത് താരതമ്യേന വളരെയധികം കുറവാണ്. ഈ 2 കാര്യങ്ങളിലൂടെയൊക്കെ തന്നെ പിന്നെ അത് മുട്ടയിടുന്നതിലൂടെയൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. മെയിലും ഫീമെയിലും തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഇവരുടെ മെയിൽ ആൻഡ് ഫീമെയിൽ ഐഡന്റിഫിക്കേഷന്റെ കാര്യത്തിൽ വരുന്നത്. ഗൈസ്, ഇനി അടുത്തതായിട്ട് വരുന്നത് ഇവരുടെ ബ്രീഡിങ്ങിന്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ ഏകദേശം 7 മുതൽ 8 മാസത്തിനുള്ളിൽ തന്നെ മുട്ട ഇട്ട് തുടങ്ങും. ഏകദേശം 10 മുതൽ 16 മുട്ടകൾ വരെയാണ് ഇവരൊരു മാസത്തിൽ മാക്സിമം ഇടാറുള്ളത്. അതുപോലെ തന്നെ കൂടുതലായിട്ടും ഞാൻ പറയാറില്ല, ഇപ്പൊ ഇതുപോലുള്ള കോഴികളുടെയും മറ്റുള്ള ജീവികളുടെ ഒക്കെ മുട്ടകൾ കൂടുതലായിട്ട് ഇൻക്യുബേറ്റർ യൂസ് ചെയ്തിട്ടാണ് വിരിയിപ്പിക്കാറുള്ളത്. അല്ലാതെ ചില ടൈപ്പ് ടർക്കികളൊക്കെ കൂടുതലായിട്ട് അട വയ്ക്കാറുണ്ട്. നമ്മുടെ വീട്ടാവശ്യങ്ങൾക്കൊക്കെ വളർത്തുന്നതിന് കൂടുതലായിട്ട് അങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കാറുണ്ട്. അല്ലാത്ത പക്ഷം ഇവയെ കൂടുതലായിട്ട് മുട്ടയൊക്കെ വിരിയിപ്പിക്കുന്നത് ഇൻക്യുബേറ്ററിന്റെ സഹായത്തോടു കൂടിയാണ്. ഏകദേശം ഇരിക്കുന്ന രീതിയിലാണെങ്കിൽ ഏകദേശം 20 മുതൽ 30 ദിവസത്തിനുള്ളിൽ കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങളെ നന്നായിട്ട് തന്നെ നോക്കുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട പക്ഷിയാണ് നമ്മുടെ ടർക്കി. ഗൈസ്, അടുത്തതായിട്ട് വരുന്നത് ഇവരുടെ കേജിന്റെ കാര്യമാണ്. കേജിന്റെ കാര്യം കുറച്ച് നമ്മൾ ഇച്ചിരി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാര്യം മറ്റുള്ള കോഴികളെ അപേക്ഷിച്ച് കുറച്ചേറെ വലുപ്പമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം കുറച്ച് കൂടുതലാണ്. മെയിനായിട്ട് ഇവ വളർത്തുമ്പോൾ ഒരു ഇച്ചിരി വലുപ്പമുള്ള കൂട് തന്നെ വേണം. കാര്യം 2 എണ്ണമൊക്കെ നമ്മൾ എന്തായാലും വാങ്ങുമ്പോൾ നല്ലൊരു സൈസ് വെക്കുന്ന കോഴികൾ തന്നെയാണ് ഇവ. അപ്പോൾ അതനുസരിച്ച് വലുപ്പത്തിലുള്ള കൂടുകൾ തന്നെ വേണം നിങ്ങൾ സെറ്റ് ചെയ്യാനായിട്ട്. ഇനി സെറ്റ് ചെയ്യുകയാണെങ്കിൽ കൂടിൻ്റെ അടിഭാഗം മെയിനായിട്ട് കമ്പിയടികളാക്കാൻ ശ്രദ്ധിക്കണം. അത് ഇവരുടെ കാഷ്ടമൊക്കെ പോകാൻ നന്നായിട്ട് സഹായിക്കും. പിന്നെ നമുക്ക് വർക്കും കുറച്ച് കൂട് വൃത്തിയാക്കുന്ന കാര്യം വളരെ സിമ്പിളായിരിക്കും. പിന്നെ കൂടിനെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, കൂട് എപ്പോഴും നല്ല വൃത്തിയായിരിക്കുക. ഇവയ്ക്ക് കൂടുതലായിട്ട് ഈ കൂടുകളിൽ കാഷ്ടം തന്നെയുന്ന ഈച്ചകൾ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ കുറേ ഫംഗൽ ഇൻഫെക്ഷൻസ് ഇവയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് അകറ്റി നിർത്തുന്നതിന് വേണ്ടിയിട്ട് കൂടൊക്കെ പണിയുമ്പോൾ മെയിനായിട്ട് നല്ല വൃത്തിയുള്ള കൂടൊക്കെ തന്നെ പണിയുക. വല്ലാണ്ട് മഴയൊന്നും തട്ടാത്ത രീതിയിൽ നല്ല വൃത്തിക്ക് കൂട് സൂക്ഷിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ കേജിൻ്റെ കാര്യത്തിൽ എനിക്ക് പറയാനായിട്ടുള്ളത്.
ഗായ്സ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ടർക്കി കോഴിയുടെ വീഡിയോ. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇന്നത്തെ എൻ്റെ ഈ കൊച്ചു വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത ദിവസം ഒരു പുതിയ അതിഥിയുമായി നമ്മുടെ ചാനലിൽ വീണ്ടും കണ്ടുമുട്ടുന്നവരെ, ദിസ് ഇസ് മെൽവിൻ കെ സെബാസ്റ്റ്യൻ സൈനിങ് ഓഫ്.